ക്യാപ്റ്റൻ വിജയകാന്ത് അദ്ദേഹം ഇന്ന് മരണപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തെക്കുറിച്ച് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. വർഷം 18 സിനിമകൾ വരെ ചെറിയ ബജറ്റിൽ വൻ വിജയങ്ങൾ ഒരു കാലത്ത് കോളിവുഡിനെ ഭരിച്ച ക്യാപ്റ്റൻ. തിരശീലയിലും അതിനു പുറത്തും തമിഴകം ക്യാപ്റ്റൻ എന്ന് അറിഞ്ഞു വിളിച്ചതാണ് വിജയകാന്തിനെ. അഴിമതിക്കെതിരെ സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ശോഭിക്കുന്ന യുവത്വത്തിൻ്റെ പ്രതീകമായിരുന്നു ഒരു കാലത്ത് തമിഴ് സിനിമയിൽ വിജയകാന്തെങ്കിൽ നിർമ്മാതാക്കളെ സംബന്ധിച്ച് മറ്റ് താരങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ വേർതിരിച്ചു നിർത്തുന്ന ഘടകങ്ങൾ ഉണ്ടായിരുന്നു. വിജയത്തിൻ്റെ നെറുകയിൽ നിൽക്കുമ്പോഴും ഒരു സിനിമയുടെ വിജയത്തിനു വേണ്ടി എത്ര അധ്വാനിക്കാനുമുള്ള സന്നദ്ധയായിരുന്നു അതിൽ പ്രധാനം. തിരക്കുള്ള കാലത്ത് ഒരേ ദിവസം തുടർച്ചയായി പല ഷിഫ്റ്റുകളിൽ അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹം. പല തമിഴ് സൂപ്പർ താരങ്ങളുടെയും പോലെ സോഷ്യൽ ഡ്രാമകളായിരുന്നു വിജയകാന്തിൻ്റെ ഭൂരിഭാഗം ചിത്രങ്ങളും. ഗ്രാമീണ പശ്ചാത്തലത്തിൽ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന വിജയകാന്തിൻ്റെ നായകനെ തമിഴകം വേഗത്തിൽ ഏറ്റെടുത്തു. പോലീസ് ഓഫീസറായി 20 ചിത്രങ്ങൾക്കു മേൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ക്യാപ്റ്റൻ എന്നതിന് പുറമെ പുരട്ചി കലൈഞ്ചർ, വിപ്ലവകാരിയായ കലാകാരൻ എന്നും അവർ അദ്ദേഹത്തെ വിളിച്ചു. വലിയ പ്രശസ്തിയിൽ നിന്നിട്ടും മറ്റു ഭാഷകളിൽ അഭിനയിച്ചിട്ടില്ലാത്ത അപൂർവം തമിഴ് താരങ്ങളിൽ ഒരാളുമാണ് വിജയകാന്ത്. നിർമ്മാതാക്കളെ സംബന്ധിച്ച് കീശ ചോരാതെ ലാഭം തേടാനുള്ള സാധ്യതയായിരുന്നു വിജയകാന്ത്. ലോ ബജറ്റിലാണ് അദ്ദേഹത്തിൻ്റെ ആദ്യകാല ചിത്രങ്ങളിൽ പലതും ഒരുങ്ങിയിരുന്നത്. 80കളുടെ തുടക്കത്തിലാണ് കരിയറിൽ ഏറ്റവും തിരക്കുള്ള അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിയത്. 1984 മാത്രം 18 സിനിമകളാണ് അദ്ദേഹത്തിൻ്റെതായി പുറത്തെത്തിയത്. ഡേറ്റ് കൃത്യമായി പാലിക്കാൻ അക്കാലത്ത് ദിവസം 3 ഷിഫ്റ്റിൽ വരെ തുടർച്ചയായി അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. നിർമ്മാതാക്കളോട് എപ്പോഴും അനുഭാവപൂർണ്ണമായ സമീപനം പുലർത്തിയ വിജയകാന്ത് പലപ്പോഴും പ്രതിഫലത്തിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്തിരുന്നു. MGRനോ രജനീകാന്തിനോ കമലഹാസനോ കഴിയാത്തത് നേടിയ ഒരു നടനെ തമിഴിലുള്ളൂ, അത് വിജയകാന്താണ്. പ്രതിഫലം മോഹിച്ച് സിനിമകളിൽ അഭിനയിക്കാത്ത നടനായിരുന്നു വിജയകാന്ത്. അഭിനയിച്ച സിനിമ ബോക്സ് ഓഫീസിൽ വിജയിച്ചാൽ മാത്രമേ നിർമ്മാതാക്കളിൽ നിന്നും അദ്ദേഹം പ്രതിഫലം കൈപ്പറ്റിയിട്ടുള്ളൂ. കൂടാതെ സുഹൃത്തുക്കൾ സംവിധാനം ചെയ്ത സിനിമകളിൽ പണം വാങ്ങാറില്ല എന്നത് വിജയകാന്തിൻ്റെ മാത്രം പ്രത്യേകതയായിരുന്നു. ഒരേ സമയം 3ഓളം സിനിമകളിൽ അഭിനയിച്ചിരുന്ന തിരക്കുള്ള കാലം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിനാൽ തന്നെ ആരോഗ്യപരമായ വിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകാൻ സാധിച്ചിരുന്നില്ല എന്ന് വിജയകാന്ത് തന്നെ പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഷൂട്ടിംഗ് സെറ്റുകളിൽ മറ്റുള്ള അഭിനേതാക്കൾ എത്തുന്നതിന് മുൻപ് കൃത്യനിഷ്ഠതയോടെ എത്തുന്ന നടൻ കൂടിയായിരുന്നു വിജയകാന്ത്. ശരത് കുമാർ, അരുൺ പാണ്ഡ്യൻ, മൻസൂർ അലിഖാൻ തുടങ്ങിയവർ തമിഴ് ചലച്ചിത്ര മേഖലകളിൽ എത്തിയത് വിജയകാന്തിലൂടെയാണ്. ജീവിതത്തിലും സിനിമകളിലും അവരുമായി താരം നല്ല സൗഹൃദത്തിലായിരുന്നു. താരത്തിന്റെ 100ാമത്തെ ചിത്രമായ ക്യാപ്റ്റൻ പ്രഭാകരൻ ബോക്സ് ഓഫീസിൽ വൻ വിജയമായിരുന്നു. തമിഴ് സൂപ്പർ താരങ്ങളായ MGRനോ രജനീകാന്തിനോ കമലഹാസനോ അവരുടെ 100ാമത്തെ ചിത്രം വൻ വിജയമാക്കാൻ സാധിക്കാതിരുന്നപ്പോൾ പോലും വിജയകാന്ത് ക്യാപ്റ്റൻ പ്രഭാകരൻ ഹിറ്റാക്കിയിരുന്നു. അഭിനേതാക്കളുടെ കൂട്ടായ്മയായ നടികർ സംഘത്തിൽ ദീർഘനാളുകളായി പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. സംഘടനയ്ക്കായി നിരവധി പരിപാടികൾ സംഘടിപ്പിക്കുകയും സാമ്പത്തിക പ്രശ്നങ്ങൾ അനുഭവിച്ചിരുന്ന അഭിനേതാക്കളെ സഹായിക്കുകയും ചെയ്തിരുന്ന ഒരു മനുഷ്യസ്നേഹി കൂടിയായിരുന്നു വിജയകാന്ത്. നാട്ടുകാർക്ക് വേണ്ടി നിലകൊള്ളുന്ന പഞ്ച് ഡയലോഗുകൾ പറയുന്ന വില്ലന്മാരെ ഒറ്റയ്ക്ക് ഇടിച്ചിടുന്ന നായകന്മാരെയാണ് വിജയകാന്ത് തുടക്കത്തിൽ അവതരിപ്പിച്ചതെങ്കിലും കരിയർ മുന്നോട്ട് നീങ്ങവേ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടായി. അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു 1988 പുറത്തിറങ്ങിയ സെന്തൂര പൂവേ എന്ന ചിത്രം. PR ദേവരാജിൻ്റെ സംവിധാനത്തിലെത്തിയ ചിത്രത്തിൽ ക്യാപ്റ്റൻ സൗന്ദര്യ പാണ്ഡ്യൻ എന്ന കഥാപാത്രത്തെയാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. വിജയകാന്തിന് മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരമാണ് ഈ ചിത്രത്തിലെ അഭിനയം സമ്മാനിച്ചത്. 3 പതിറ്റാണ്ടിലേറെ നീണ്ട കരിയറിൽ 150ൽ ഏറെ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് വിജയകാന്ത്. ഏതൊരു ജനപ്രിയ ചലച്ചിത്ര താരത്തെയും പോലെ ഓർമ്മകളുടെ തിരശീലയിൽ മരണമില്ല അദ്ദേഹത്തിനും.